നമസ്കാരം. ഇന്ന് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അപ്പം കടലക്കറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും ഓരോരുത്തരും ഉണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസത്തോടു കൂടിയായിരിക്കും. അപ്പം ഞാനങ്ങനെ പല വീഡിയോസ് കാണാറുണ്ട്. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് അവരുടെ കയ്യിൽ നിന്ന് എടുക്കാറുമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കടല ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. അത് കടല അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ സവാള നീളത്തിലരിഞ്ഞത് അത് 3-4 എണ്ണം എടുക്കാം, എന്നാലാണ് ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരുമ്പം അതിലേക്ക് തക്കാളി മുറിച്ചിട്ട് കൊടുത്തു. ഒരു 2 തക്കാളിയുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വരണം. അങ്ങനെ വഴണ്ട് വന്ന് കഴിയുമ്പം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും മസാലകളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു 1/2 സ്പൂൺ അയമോദകം. നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും. അപ്പം അയമോദകം കൂടെ ചേർക്കുക. കടലയൊക്കെ ചില ആൾക്കാർക്ക് വയറിന് അത്ര പറ്റാറില്ല, ഗ്യാസ്ട്രൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഈ അയമോദകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ വഴണ്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കടലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. സംഭവം റെഡി. ഇത് പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു കടലക്കറിയാണ്. ഈ അയമോദകത്തിൻ്റെ ഫ്ലേവറും ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. അപ്പം ഇനി കടലക്കറി ഉണ്ടാക്കുമ്പം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണേ. എന്നിട്ട് ഞാൻ ഇന്നിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പം നിങ്ങളും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.